അണ്ടർ 10 കിഡ്സ് കട്ട് പോസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. കായംകുളം മുനിസിപ്പൽ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി മത്സരം ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റിൽ 6 സ്കൂളുകളെ പ്രതിനിധീകരിച്ച് 12 ടീമുകൾ പങ്കെടുത്തു. വാർഡ് കൗൺസിലർ മുബീർ എസ് ഓറഞ്ഞാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ടൂർണമെന്റ് കായംകുളം മുനിസിപ്പൽ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി ഉദ്ഘാടനം ചെയ്തു. ഗ്രൗണ്ടുകളാണെങ്കിൽ അത് പല രീതിയിലും കാട് പിടിച്ചും നിരപ്പല്ലാത്തയും രീതിയിലൊക്കെയാണ് കിടക്കുന്നത്. അപ്പം ഒരു ഒട്ടനവധി നിവേദനങ്ങൾ എനിക്ക് അതിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ഞാൻ സ്വീകരിക്കും. തീർച്ചയായിട്ടും സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജെസി വർഗീസ് സ്വാഗതം ആശംസിച്ചു. SMC ചെയർമാൻ ഷുക്കൂർ വഴിച്ചേരി, വൈസ് ചെയർപേഴ്സൺ സുബീന എന്നിവർ ആശംസകൾ അറിയിച്ചു. കൂടാതെ സ്കൂളിലെ SMC MPTA അംഗങ്ങൾ പങ്കെടുത്തു. സോഫ്റ്റ് ബോൾ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ ജില്ലാ ടീമിനെ പ്രതിനിധീകരിച്ച് 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഫിസാന ഷജീറിനും സംസ്ഥാനതല സോഫ്റ്റ് ബോൾ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റുവൈസിനും ഉപഹാരം നൽകി ആദരിച്ചു. രക്ഷാകർത്താക്കളുടെ കൂട്ടായ്മ സ്കൂൾ കായികാധ്യാപകനായ ജാബിറിന് ഉപഹാരം നൽകി. സ്കൂൾ ഗ്രൗണ്ടിന്റെ അഭാവം സംബന്ധിച്ച നിവേദനം പ്രധാന അധ്യാപിക മുനിസിപ്പൽ ചെയർമാന് കൈമാറി. ഒരു നല്ല കളിസ്ഥലത്തിന്റെ അഭാവത്തിൽ ഈ സ്കൂളിലെ കുട്ടികളുടെ കായിക പരിശീലനത്തിനായി മറ്റു പല ഗ്രൗണ്ടുകളെയുമാണ് ആശ്രയിക്കുന്നത്. സംസ്ഥാനതല ബാസ്കറ്റ് ബോൾ മത്സരത്തിൽ ഒരു സ്വർണ്ണ മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാനായത് സ്കൂൾ കായിക അധ്യാപകനായ ജാബിറിന്റെ കഠിനാധ്വാനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും ഫലമായിട്ടാണ്. കട്ട് പോസ്റ്റ് ടൂർണമെന്റിൽ 6 സ്കൂളുകളെ പ്രതിനിധീകരിച്ച് 12 ടീമുകൾ പങ്കെടുത്തു. മത്സരത്തിൽ കായംകുളം ടൗൺ ഗവൺമെന്റ് UP സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2ാം സ്ഥാനം മാവിലയത്ത് സ്കൂളും 3ാം സ്ഥാനം ഞാവക്കാട് സ്കൂളും കരസ്ഥമാക്കി. സമ്മാനദാനം വാർഡ് കൗൺസിലർ മുബീർ എസ് ഓടനാട്, 40ാം വാർഡ് കൗൺസിലർ A ജലീൽ, SMC ചെയർമാൻ HM ജെസി വർഗീസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം.